ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങളൊരു നൈറ്റ് ഔട്ടിങ്ങിന് പോവാട്ടോ. ലുസൈലിലുള്ള ക്രസൻറ്റ് പാർക്ക് ലക്ഷ്യം വെച്ചാണ് ഈ പോക്ക്. ഞാനിതുവരെ ഈ പാർക്കിൽ പോയിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നല്ല ചൂടുള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ പകലൊന്നും പോകാൻ വയ്യായിരുന്നു. അപ്പോൾ രാത്രി പോയപ്പോഴാണെങ്കിൽ ഞങ്ങൾ എത്തിയപ്പോഴത്തേന് അത് ക്ലോസ് ചെയ്തിരുന്നു. 12 മണി വരെയാണെന്ന് തോന്നുന്നു ടൈം. ഞങ്ങൾ വേറെ എവിടെയോ പോയിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ പിന്നെ നല്ലോണം നേരം വൈകിയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. ദൂരെ ആ വലിയ 4 ബിൽഡിങ്ങുകൾ കാണുന്ന ഭാഗമാട്ടോ ലുസൈൽ. ആ ബിൽഡിങ്ങുകൾ വളരെ വലിയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ താമസിക്കുന്ന ആ ഏരിയ തന്നെ കാണും കേട്ടോ. പക്ഷെ അത്ര അടുത്തൊന്നുമല്ല, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, എന്നാലും വലിയ ദൂരമില്ല. ഏതായാലും ഈ പാർക്ക് കുട്ടികൾക്ക് കളിക്കാനും നമുക്ക് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ പെർഫെക്റ്റ് സ്ഥലമാണോ എന്നൊന്ന് പോയി നോക്കാം. അങ്ങനെ അതാ ഏകദേശം നമ്മൾ അതിൻ്റെ അടുത്ത് എത്തി തുടങ്ങിയിട്ടുണ്ട്. ലുസൈലിൻ്റെ പ്രധാന ഹൈലൈറ്റ് ആട്ടോ ഈ 4 ബിൽഡിങ്ങുകൾ. എന്തോ ഒരു ഭംഗിയാണല്ലേ കാണാൻ. രാത്രി ഒരു പ്രത്യേക വൈബാട്ടോ അതിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ. നമ്മൾ ആ പാർക്കിൻ്റെ അടുത്ത് എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ ആ പാർക്കിൻ്റെ ഓരോ ഏരിയകളാണ്. അത്യാവശ്യം വലിയ പാർക്കാണ്. ഇനി നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. പാർക്കിൻ്റെ 2 സൈഡിലും വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. ഈ കാണുന്ന വലിയ ഗേറ്റ് അതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. പക്ഷേ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവുകയാണേ. ഞങ്ങൾ പോയത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ആകെ കുറച്ച് വണ്ടികളെ പാർക്കിങ്ങിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഫ്രൈഡേസിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. വണ്ടിയൊക്കെ ഇറങ്ങി നമ്മൾ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ലൊരു ഗാർഡനും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ആംബിയൻസ് തന്നെയാണ്. ഫുഡൊക്കെ കൈ കരുതിയിരുന്നു കേട്ടോ, അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് കരുതിയിട്ട്. ഇവിടെയുള്ള ലൈറ്റിംഗ് ഒക്കെ കാണുമ്പോൾ ഒരു ഡിഫറൻറ്റ് വൈബാണ് കേട്ടോ. വളരെ ക്ലീൻ ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആയ ഒരു പാർക്കാണ്. നല്ല ക്ലൈമറ്റ് ഒക്കെ ആണല്ലോ. അപ്പോൾ ഈ തണുപ്പത്തൊക്കെ ഒരു ചായ കുടിക്കണം എന്നൊക്കെ തോന്നിയാൽ അതിനുള്ള കഫേയൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ വാഷ്റൂം ഒതുക്കാനുള്ള സൗകര്യമൊക്കെ മുമ്പ് തന്നെ ഉണ്ട്. ലുസൈൽ സിറ്റിയുടെ മോഡേൺ പ്ലാനിങ്ങിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ ഈ പാർക്ക്. ഒരുപാട് മരങ്ങളും വെൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ള ഗ്രാസ് ഏരിയാസും നല്ല എക്കോ ഫ്രണ്ട്ലി ഫീലാണ് കേട്ടോ ഇവിടെ. സിറ്റിയിലാണെങ്കിലും ഇവിടെ ഒരു പീസ്ഫുൾ നാച്ചുറൽ ഫീലാട്ടോ നമുക്ക് കിട്ടുന്നത്. ഇരിക്കാൻ നല്ല സിറ്റിംഗ് ഏരിയകളും അതുപോലെ ബെഞ്ചും ഷെയ്ഡഡ് സ്പോട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികളായിട്ടൊക്കെ വരികയാണെങ്കിൽ സ്ട്രോളർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാത്സും അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ സൂട്ടബിൾ ആയിട്ടുള്ള തുറന്ന സേഫ് ആയിട്ടുള്ള സ്പേസസ് ഒക്കെ ഉണ്ട്. നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ബാക്ക്ഗ്രൗണ്ടും നല്ല സീനറികളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. സെയിലിൻ്റെ ഒരു മോഡേൺ വൈബ് ഇവിടെ നമുക്ക് ഫുള്ളായിട്ട് ഫീൽ ചെയ്യാൻ കഴിയും. ഖത്തറിലൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഭാഗത്ത് കാണുന്ന പൂള് പോലുള്ള ഏരിയയിൽ നമുക്ക് ഇറങ്ങാനൊന്നും കഴിയില്ല. അതിന്റെ ചുറ്റുഭാഗമൊക്കെ ഇരുന്ന് നമുക്ക് എൻജോയ് ചെയ്യാനും റിലാക്സ് ചെയ്യാനൊക്കെ കഴിയും. ഇവിടുത്തെ ഇരിക്കുന്ന ബെഞ്ചിന്റെ ഒക്കെ ഒരു ഷേപ്പ് പ്രത്യേക ഷേപ്പാണ്. അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ പ്രത്യേക ഒരു പ്ലേ ഏരിയ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ അവിടെ സ്ലൈഡ്സ് അതുപോലെ ക്ലൈംബിങ്ങും ഒക്കെ ഉണ്ട്. നമുക്ക് കുട്ടികളെ അവിടെ കളിക്കാൻ വിട്ടിട്ട് അവിടെ ചായ കുടിച്ചിരിക്കാൻ പറ്റിയ ഏരിയകൾ അതും ഉണ്ട്. മണ്ണിലൊക്കെ കളിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് കളിക്കാൻ മണ്ണുണ്ട് അവിടെ. വിശാലമായ പുല്ലുള്ള ഏരിയ ഉണ്ട് കേട്ടോ. നമുക്ക് കുട്ടികളെ കളിക്കാൻ വിട്ടിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ റിലാക്സായി ഇരിക്കാനും അതുപോലെ ബോളും കാര്യമൊക്കെ കൊടുന്നാൽ മക്കൾക്ക് തട്ടി കളിക്കാനൊക്കെ പറ്റിയ നല്ല ഓപ്പൺ സ്പേസ് ഉണ്ട്. അപ്പോൾ അതാ എൻ്റെ മോൻ തന്നെ ആ ചെരിവുള്ള ഭാഗത്തൂടെ ഓനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറങ്ങി ഓടിയൊക്കെ കളിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള കുട്ടികളൊക്കെ കൂടുതൽ റൂമിൽ തന്നെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തൊക്കെ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ വന്ന് കളിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. കുട്ടികൾക്കും അതൊരു എക്സസൈസ് ആവും. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാനും പിന്നെ വണ്ടി വരുമോ അങ്ങനത്തെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. തിരക്കില്ല, തട്ടിമുട്ടി വീഴുമോ അങ്ങനത്തെ പേടിയൊന്നും ഇല്ല. അങ്ങനെ ഇതാ പ്ലേ ഏരിയൻ്റെ ഭാഗത്തേക്ക് തന്നെ ഞങ്ങൾ പിന്നെയും വന്നേ. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഇവിടെ. ഞങ്ങളും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറി നോക്കി. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു അവിടെ കളിക്കാൻ. ഞങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് ഒരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. അവർ പിന്നെ ഞങ്ങൾ വന്ന ശേഷം അവരവിടെ നിന്ന് പോയി. 1-2 വയസ്സായ കുട്ടികളാണെങ്കിൽ ഇവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കുറച്ച് റിസ്ക് ആവും. പാരൻസും ഒപ്പം തന്നെ നിൽക്കേണ്ടി വരും. സ്ലൈഡിലും മറ്റേതിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുട്ടികൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ചൊന്ന് കൊത്തിപ്പിടിച്ചൊക്കെ കയറേണ്ടി വരും. അപ്പോൾ താഴെ വീഴാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പം പാരൻസ് ഒപ്പം തന്നെ നിൽക്കേണ്ടി വരും. വലിയ മക്കളാണെങ്കിൽ പിന്നെ അവരെന്നെ ശ്രദ്ധിച്ചോളും. എൻ്റെ മോനക്ക് പേടിയുണ്ടെങ്കിലും എല്ലാത്തിലും കയറും വേണം. പിന്നെ അവൻ്റെ കൂടെ ബ്രദർ ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നമല്ലായിരുന്നു. പിന്നെ ഞാനും ഒപ്പം നിൽക്കുന്നുണ്ട്. പിന്നെ സ്പൈറൽ ഷേപ്പിലുള്ള ഇതുപോലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അത് കയറാൻ നല്ല രസമുണ്ട്. ഞങ്ങളും കയറി നോക്കിയേ. അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയാൽ ഒരു സ്ലൈഡിലേക്കുള്ള ഒരു എൻട്രി ഉണ്ട്. പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. പിന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കിയാൽ ലുസൈലിൻ്റെ വ്യൂ നമുക്ക് നന്നായി കാണാൻ കഴിയും. നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ.
പിന്നെ ആ സ്പൈറൽ ബിൽഡിംഗ് വന്നതിന് ഒരു തൂക്കുപാലം പോലത്തെ ഏരിയ ഉണ്ട്. അതിലൂടെ കുട്ടികൾ വന്നിട്ട് ഇതുപോലുള്ളൊരു ട്രാക്കിലൂടെ പോയിട്ട് ആ സ്ലൈഡിൽ കളിക്കാൻ കഴിയും കേട്ടോ. അതിലും നന്ന ചെറിയ കുട്ടികളെ നമ്മൾ ഇരുത്തുമ്പോൾ ശ്രദ്ധിക്കണേ, ഇത് കുറച്ചുകൂടെ വലിയ കുട്ടികൾക്ക് പറ്റിയതാണ്. പിന്നെ ദയിച്ചങ്ങായിക്ക് ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അതുമലും കൊത്തിപ്പിടിച്ച് കയറിയിക്കണം. അപ്പം ഞാൻ പിടിച്ചാട്ടോ അവനെ കയറ്റുന്നത്. കളിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലോണം വിശക്കൽ തുടങ്ങി. അപ്പോൾ പുല്ലുള്ള ഏരിയയിൽ പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടോ. അവിടുത്തെ ചെയറിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, മോന അതിമേൽ കയറിയിട്ട് ഇങ്ങനെ കീഞ്ഞ് കളിക്കായിരുന്നേ. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ചായയും ജ്യൂസൊക്കെ കുടിച്ച് കുറച്ചു നേരം കൂടെ അവിടെ ഇരുന്നിട്ടോ. ഈ വലിയ ഗേറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളിയാട്ടോ. അതിൻ്റെ മുകളിലോട്ട് കയറാമെന്നൊക്കെ ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിരുന്നേ. പക്ഷെ ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് മടങ്ങി. ഇവിടുത്തെ വാക്കിംഗ് ട്രാക്ക് വളരെ അടിപൊളിയാട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ വരാൻ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ടൈം ആവും ബെസ്റ്റ്. പിന്നെ വരുമ്പോൾ വെള്ളം കൊണ്ടുവരാൻ മറക്കരുത് കേട്ടോ. ഇവിടെ വെള്ളമില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഈ പാർക്കിലൊക്കെ നല്ലോണം കളിക്കുമ്പോൾ ദാഹിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ മക്കളായിട്ടൊക്കെ വരുന്നവർ വെള്ളം എന്തായാലും കരുതുക. മോർണിംഗ് എക്സസൈസിനും ഈവനിങ് വാക്കിനും ആൾക്കാർക്ക് വരാൻ പറ്റിയ നല്ലൊരു ഏരിയയാണേ. ഈ ഏരിയയിൽ ഒരു തിയേറ്റർ സെറ്റപ്പിലാണ് കേട്ടോ ഉള്ളത്. നല്ല അടിപൊളി ചെയറും കാര്യങ്ങളും നമുക്ക് ചാരി ഇരിക്കാനൊക്കെ പറ്റിയ. പക്ഷെ ഞാൻ ആലോചിക്കുന്നു, ഇത്രയും വിശാലമായ അടിപൊളി ഒരു പാർക്ക് ഉണ്ടായിട്ട് ഇവിടെ എന്താ ഇത്ര ആളുകൾ കുറവുന്നു. സാധാരണ ഇവിടെ ചില ചെറിയ പാർക്കുകളിലൊക്കെ കാണാൻ നിറയെ കുട്ടികളും ആളുകളും ബഹളങ്ങളും. ഇനി വീക്കെൻഡ് അല്ലാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. സാധാരണ ഇങ്ങനെ തന്നെയാണോ, അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.